4 വർഷം 4 വർഷം കഴിഞ്ഞിരിക്കും നമ്മുടെ ഈ വീട്. ഇപ്പോൾ തേജസ് കൺസ്ട്രക്ഷൻ എനിക്ക് തോന്നുന്നു പാറ്റിക്കൽ കുറച്ച് അധികം ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ വരാനായിട്ട് എന്നെ സ്വാധീനിച്ച മെയിനായിട്ട് എടുത്ത് പറയേണ്ട 2 ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. കാരണം ആദ്യമായിട്ട് എനിക്കൊരു പ്രൊജക്റ്റ് എന്നെ വിശ്വസിച്ച് തന്നത് നിങ്ങളാണ്. നിങ്ങൾ അന്നൊരു പ്രൊജക്റ്റ് തന്നുകൊണ്ടാണ് ഇന്ന് തേജസ് കൺസ്ട്രക്ഷൻ ഉണ്ടായത്. ഇപ്പോൾ 4 വർഷത്തിന് ശേഷം ഇവിടെ ഇരുന്നൊരു റിവ്യൂ പറയാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ 2 ഓഫീസ് ഇനാഗുറേഷൻ ഞാൻ സാറിനെ കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ ഒരു 4 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞു പോയി, എന്താണ് പറയാനുള്ളത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഈ ഒരു വീട് വെച്ച ടൈമിലുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഇപ്പോഴും നമുക്ക് അതിനകത്ത്. കാരണം വിഷ്ണുവിനെ ഇപ്പോഴും എനിക്ക് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മളൊരു മ്യൂച്വലായിട്ട്, കാരണം ആദ്യം ഒരു വീട് വയ്ക്കുന്ന ഒരു അങ്കലാപ്പിൽ ഞാനാണ്. വിഷ്ണുവിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റാണ്. അതെ. പക്ഷെ ഒരു കൂട്ടായിട്ട് നിന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഡ്രീം ഒരു റിയാലിറ്റി ആയി മാറി. ആൻഡ് ഞങ്ങളിപ്പോഴും ഇതിൽ 100% സാറ്റിസ്ഫൈഡ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ആ തിരക്ക് പിടിച്ചൊരു ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോഴും ആ ഒരു സമാധാനം, ആ ഒരു സന്തോഷം, അത് ഇപ്പോഴും ഈ വീട്ടിനകത്തുണ്ട്. അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടായിരുന്നു. പിന്നെ നമുക്ക് സോഫാർ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ വൈസാണ് പറയുന്നതെങ്കിൽ, ആ 4 വർഷം മുമ്പ് വിഷ്ണു കണ്ട അതേ വീട് തന്നെയാണ് ഇപ്പോഴും ഇതിലിരിക്കുന്നത്. ഒരു മാറ്റം പോലും വന്നില്ല. കാരണം എന്ന് വെച്ചാൽ എവറിത്തിങ് ഈസ് ദ സെയിം. അതുകൊണ്ട് നമുക്ക് എന്താ പ്രശ്നം പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പുതുമയാണ് ഇതിനകത്ത്. അതെ, അതൊരു ഭയങ്കര ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, വിഷ്ണുവിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം വിഷ്ണുവിൻ്റെ വർക്കുകളൊക്കെ. ഞാൻ എപ്പോഴും കണ്ണുടച്ച് പറയുന്നതാണ്, ആ ഒരു 100% നമുക്ക് വിശ്വസിച്ച് പറയാവുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വീട് വെച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്, എന്താണ് ഏതാണ് ഇതെല്ലാം. അപ്പോൾ ആ ഒരു ഇതിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഇൻപുട്സ് വിഷ്ണു തന്നതും ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇപ്പോഴും വി ആർ 100% സാറ്റിസ്ഫാക്ഷൻ. മേഡം എന്താണ്? വിഷ്ണുവിന് ഈ പ്രോജക്റ്റ് തന്നതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവും മാത്രമേ ഉള്ളൂ. പിന്നെ വിഷ്ണുവിൻ്റെ ഉയർച്ച ഞങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു തുടക്കക്കാരാകാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു. ജസ്റ്റ് ലൈക്ക് എ ഫാമിലി. വിഷ്ണുവിനെ ഇപ്പോൾ നമുക്കൊരു ആ ഒരു ഫാമിലി, ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോഴും ഡീൽ ചെയ്യുന്നത്. ആ ഒരു അന്ന് തുടങ്ങിയ ആ റിലേഷൻ ഇപ്പോഴും നമ്മൾ നല്ലോണം പോകുന്നു.